ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ചില സ്ഥലങ്ങളിൽ നമുക്ക് പവർ പ്ലഗും നോർമൽ പ്ലഗും അത്യാവശ്യമായിട്ട് വരാറുണ്ട്. അതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യുമെന്നാണ് നോക്കുന്നത്. അതുപോലെ തന്നെ വരുന്ന സർക്യൂട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ലിങ്ക് ചെയ്ത് പോകുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. പവർ പ്ലഗിന് ഉദ്ദേശിക്കുന്ന ഇൻഡിക്കേഷനുള്ള സ്വിച്ചാണ് വന്നിരിക്കുന്നത് 16 ആംസിൻ്റെ. പിന്നെ നോർമൽ സ്വിച്ച് വന്നിരിക്കുന്നത് 6 ആംസിൻ്റെ ഇൻ്റർനാഷണൽ പ്ലഗാണ് വന്നിരിക്കുന്നത്. പിന്നെ 2 സ്വിച്ച് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അത് 2 ലൈറ്റിൻ്റെ വരുന്നുണ്ട്, ഒരു എക്സോസ്റ്റിൻ്റെയും വരുന്നുണ്ട്. അതാണ് ഈ കിച്ചണിൻ്റെ ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഈ ഏരിയയിൽ കിച്ചണിൻ്റെ ഏരിയകളിലാണ് നമുക്ക് ഇതുപോലുള്ള പ്ലഗുകൾ ആവശ്യം വരുന്നത്. നോർമൽ പ്ലഗും അതുപോലെ തന്നെ പവർ പ്ലഗും വരുന്നത്. ആദ്യമേ വന്നിരിക്കുന്ന സർക്യൂട്ട് വന്നിരിക്കുന്നത് ഇൻവെർട്ടർ ഉണ്ട്, ഫേസ് ഉണ്ട്, അതായത് 2.5 ഫേസ് ഉണ്ട്, 2.5ൻ്റെ തന്നെ വന്നിരിക്കുന്ന ന്യൂട്രൽ ഉണ്ട്, അതുപോലെ തന്നെ 1.5 എർത്ത് കൂടി വന്നിട്ടുണ്ട്. 1.5 എർത്ത് വന്നിട്ടുണ്ട്, 1.5 തന്നെയാണ് ഇൻവെർട്ടർ ഫേസും വന്നിരിക്കുന്നത്. ഈ സെക്ഷൻ വേറൊരു സ്ഥലത്തേക്ക് ഈ ബോർഡിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് സെപ്പറേറ്റ് കയറി പോകുന്നതായതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എർത്ത് കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് എർത്ത് സർക്യൂട്ട് ഡി ബിയിൽ നിന്ന് വന്നിരിക്കുന്ന എർത്ത് നമ്മൾ ആ പവർ പ്ലഗിൻ്റെ എർത്തിലേക്ക് കൊടുത്തു. അതിൽ നിന്നൊരു വയർ ലിങ്ക് ചെയ്ത് നമ്മൾ സാധാ പ്ലഗിൻ്റെ എർത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ ഓൾറെഡി എല്ലാ എർത്തും ലിങ്ക് ആയി കഴിഞ്ഞു. അതായത് നോർമൽ പ്ലഗിൻ്റെയും പവർ പ്ലഗിൻ്റെയും എർത്ത് ലിങ്ക് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ന്യൂട്രലാണ്. ന്യൂട്രൽ വയർ വന്നിരിക്കുന്നത് 2.5 ആണ്. അത് നമ്മൾ നേരെ പവർ പ്ലഗിൻ്റെ ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്തു. ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം ആ ഇൻഡിക്കേഷൻ സ്വിച്ച് ഉണ്ട് കണ്ടോ, ഇൻഡിക്കേഷൻ സ്വിച്ചിന് നമ്മൾ ന്യൂട്രൽ കൊടുത്തു, അതായത് പവർ പ്ലഗിൻ്റെ. അതുപോലെ തന്നെ അതിൽ നിന്നൊരു ആ ന്യൂട്രൽ തന്നെയാണ് കോമൺ ആയിട്ട് വരുന്നത് അടുത്ത പ്ലഗിൻ്റെ, അതായത് നോർമൽ പ്ലഗിൻ്റെ ന്യൂട്രലിലേക്ക് ഒരു മഞ്ഞ വയറുണ്ട്. ആ വയറിട്ട് നമ്മൾ കണക്ട് ചെയ്തു. അതിനുശേഷം വേറെ സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ ആ ന്യൂട്രൽ എവിടെയാണോ അതും കൂടി ലിങ്ക് ചെയ്ത് നമ്മൾ കൊടുത്തു. അത് ഒറ്റയടിക്ക് തന്നെ രണ്ടും കൂടി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പവർ പ്ലഗിനും കൊടുത്തു, അതുപോലെ തന്നെ നോർമൽ പ്ലഗിനും നമ്മൾ ന്യൂട്രൽ കണക്ട് ചെയ്തു. ഇനി നമ്മൾ നോക്കുക, ഇൻഡിക്കേഷൻ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അതിൽ നിന്ന് വരുന്ന ആ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്. അതായത് പവർ പ്ലഗിന് ഒരു ഇൻഡിക്കേറ്റർ സ്വിച്ച് ഉണ്ട്. ആ പവർ പ്ലഗിന് ഇൻഡിക്കേറ്റർ സ്വിച്ച് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലീഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളത് ഇൻവെർട്ടറാണ് വന്നിരിക്കുന്നത്. ഇൻവെർട്ടർ ഫേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, അത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് 2.5 വന്നിരിക്കുന്നത് ഫേസാണ് വന്നിരിക്കുന്നത്. ഈ ഫേസ് നമ്മൾ രണ്ടിലും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് പവർ പ്ലഗിന് വേണ്ടിയിട്ട് നമ്മൾ ഫേസ് കൊടുത്തു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും പവർ പ്ലഗിന് വേണ്ടിയിട്ടുള്ള ഫേസാണ് 2.5 മഞ്ഞ വന്നിരിക്കുന്നത്. അത് ഫേസ് വന്നതിന് ശേഷം സ്വിച്ച് വഴി കൺട്രോൾ ചെയ്ത് പ്ലഗിൻ്റെ റൈറ്റ് സൈഡാണ് എപ്പോഴും ഫേസ് കൊടുക്കേണ്ടത്. ഒരു സ്റ്റാൻഡേർഡാണ്. അത് എപ്പോഴും അങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം വരുന്ന ഉപകരണങ്ങളെല്ലാം തന്നെ റൈറ്റ് സൈഡായിരിക്കും ഫേസ് വരുന്നത്. അടുത്തൊരു പ്ലഗിൻ്റെ കണ്ടോ, ആ അടുത്ത പ്ലഗിനും തൊട്ടടുത്ത സ്വിച്ചിനെ കൺട്രോൾ ചെയ്തതിന് ശേഷം ആ എല്ല് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്, അതായത് നോർമൽ പ്ലഗിൻ്റെ ഇൻ്റർനാഷണൽ പ്ലഗിൻ്റെ എല്ല് എന്ന് മാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് റൈറ്റ് സൈഡ് തന്നെ കൊടുക്കണം. ആ എല്ല് എപ്പോഴും പ്ലഗ് സോക്കറ്റുകളെല്ലാം തന്നെ റൈറ്റ് സൈഡായിരിക്കണം ഫേസ് വരേണ്ടത്. ഇനി ഇൻവെർട്ടർ സെക്ഷൻ വരുന്ന 2 സ്വിച്ചുകളാണ് വരുന്നത്. ഇൻവെർട്ടറിന് ആവശ്യമായിട്ട് വരുന്ന ലൈറ്റിൻ്റെ ഒരു എക്സോസ്റ്റിൻ്റെ ആ ഇൻവെർട്ടർ നമ്മൾ ലിങ്ക് ചെയ്ത് 2 സ്വിച്ചിനും കോമൺ ആയിട്ട് കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് വരുന്ന ആ ലീഡ് ഇൻവെർട്ടർ വഴി കൊടുക്കേണ്ട ലീഡ് നമ്മൾ കൊടുത്തു. ഓൾറെഡി ഒരു ലൈറ്റിലേക്കും പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു എക്സോസ്റ്റിലേക്കും ലീഡ് വഴി പോകുന്നുണ്ട്. ഇൻവെർട്ടർ ഫേസ് സെപ്പറേറ്റ് ആയതുകൊണ്ട് ആ 2 സ്വിച്ചുകൾക്ക് മാത്രമേ ഇൻവെർട്ടർ ഫേസ് ആവശ്യം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സാധാ ഫേസിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ പവർ പ്ലഗും അതുപോലെ തന്നെ നോർമൽ പ്ലഗും വർക്ക് ചെയ്യുന്നത് ഒറ്റ ഫേസിൽ തന്നെയാണ്. 2.5 വരുന്ന ഒറ്റ ഫേസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇടുന്ന അതായത് ഇടുന്ന പ്ലഗ് സോക്കറ്റും അതിൻ്റെ സ്വിച്ചിനനുസരിച്ചിട്ട് നമ്മൾ പവറും അതുപോലെ തന്നെ നോർമലായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒറ്റ ഫേസിൽ തന്നെ ഒരു 2.5 വേറെ പവറായിട്ട് വരുന്ന അതിൽ നിന്ന് തന്നെ പവർ പ്ലഗും അതുപോലെ തന്നെ നോർമൽ പ്ലഗും നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.